മുന്നണി പ്രവേശനം സംബന്ധിച്ച് താൻ വിളിച്ചെന്നും സംസാരിച്ചെന്നും പറയുന്ന കോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെളിയിച്ചാൽ തല മൊട്ടയടിച്ച് മീശയെടുക്കുമെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയെങ്കിൽ അത് കാണിക്കട്ടെ. 2 സമയത്ത് വി ഡി സതീശനെ വിളിച്ചിരുന്നു. ഗൺമാനാണ് എടുത്തത്. യോഗത്തിലാണെന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റ് സംഭാഷണങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. വി ഡി സതീശനെ പോലെ കള്ളം പറയുന്ന പാർട്ടിയോട് തർക്കിക്കാൻ മാത്രം വലിയ പാർട്ടിയല്ല കാമരാജ് കോൺഗ്രസ്. തർക്കിച്ച ആളുകളെ പിണക്കാനില്ല. വിളിച്ച കോളുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തയ്യാറാണ്. NDAയിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും. 4 മാസം മുമ്പ് വി ഡി സതീശനുമായും കെ മുരളീധരനുമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായും സംസാരിച്ചിരുന്നു. നേരത്തെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഫലം അവർക്ക് കിട്ടി. നമുക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. വിലപേശൽ എന്നൊന്നില്ല. ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും തോൽപ്പിക്കാൻ പറ്റും, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ താല്പര്യം പ്രകടിപ്പിച്ചാലും ഇനി സഹകരണം വേണ്ടത് കോൺഗ്രസ് തീരുമാനത്തോട് ഞങ്ങളെ സംബന്ധിച്ച് ഇരുന്നു പോകേണ്ട ആവശ്യമില്ല. കഥ കടച്ചെങ്കിൽ താക്കോലും അവര് കയ്യിൽ വെച്ചോട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസിന് ഒരു കാരണവശാലും UDFൽ പ്രവേശനം നൽകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് UDF അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത്. അയാളുമായി നിരന്തരം സംസാരിച്ചിരുന്നു. ഇങ്ങനെ സംസാരിക്കാൻ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമോ സ്ഥലക്കച്ചവടമോ വല്ലതും ഉണ്ടോ എന്നും വി ഡി സതീശൻ ചോദിച്ചിരുന്നു.